ഒരു സാധാരണ മനുഷ്യൻ ആദ്യം ഒരു വില്ലനായി എത്തുന്നു, പിന്നീട് ഒരു പവർ റേഞ്ചർ ആകുന്നു. അവന്റെ കയ്യിൽ ഒരിക്കൽ റേഞ്ചേഴ്സിനെ തോൽപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ശക്തി തന്നെയാണ് പിന്നീട് ലോകത്തെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. അവൻ ഒരിക്കൽ ഗ്രീൻ റേഞ്ചർ, പിന്നീട് വൈറ്റ് റേഞ്ചർ, അതിനുശേഷം റെഡ് റേഞ്ചർ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പവർ റേഞ്ചേഴ്സ് യൂണിവേഴ്സിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നായി തുടരുന്ന ഒരാൾ ടോമി ഓലിവർ. പക്ഷേ ആരാണ് ടോമി ഓലിവർ? എന്തുകൊണ്ടാണ് ടോമി ഇത്രയും ലെജൻഡറി ആയത്? അവൻ എങ്ങനെ ഒരു വില്ലനിൽ നിന്ന് ഹീറോ ആയി മാറി? അവന്റെ ഏറ്റവും ശക്തമായ റേഞ്ചർ ഫോം ഏതാണ്? ഇന്ന് നമുക്ക് ടോമി ഓലിവറിന്റെ മുഴുവൻ ജേർണി നോക്കാം. ടോമി ഓലിവർ ആദ്യം എത്തുന്നത് മൈറ്റി മോർഫിൻ പവർ റേഞ്ചേഴ്സ് കാലത്താണ്. ആ സമയത്ത് ഏഞ്ചൽ ഗ്രോവിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ജെയ്സൺ, സാക്ക്, ബില്ലി, കിംബർലി, ട്രീനി എന്നിവരായിരുന്നു. അപ്പോഴാണ് റീറ്റ റിപ്പൾസ ഒരു പുതിയ റേഞ്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. റീറ്റയ്ക്ക് അറിയാമായിരുന്നു റേഞ്ചേഴ്സിനെ തോൽപ്പിക്കാൻ അവരുടെ ശക്തിയേക്കാൾ ശക്തനായ ഒരാൾ വേണമെന്ന്. അങ്ങനെ അവൾ ടോമി ഓലിവറിനെ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ ടോമി ആദ്യം ഒരു ഹീറോ ആയിരുന്നില്ല. അവൻ ഈവിൾ ഗ്രീൻ റേഞ്ചർ ആയിരുന്നു. ടോമിക്ക് ലഭിച്ച ഗ്രീൻ റേഞ്ചർ പവർ സാധാരണ റേഞ്ചർ പവർ അല്ലായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്നു ഡ്രാഗൺ പവർ കോയിൻ. അവന്റെ സോർഡ് ആയിരുന്നു ഡ്രാഗൺ സോർഡ്. അവന്റെ സ്പെഷ്യൽ വെപ്പൻ ആയിരുന്നു ഡ്രാഗൺ ഡാഗർ. അവൻ റേഞ്ചേഴ്സിനേക്കാൾ ശക്തനായിരുന്ന സമയങ്ങൾ പോലും ഉണ്ടായിരുന്നു. റേഞ്ചേഴ്സിന് നേരെ ടോമി നടത്തിയ ആദ്യ ആക്രമണങ്ങൾ പവർ റേഞ്ചേഴ്സ് ഹിസ്റ്ററിയിലെ ഏറ്റവും ഐക്കോണിക് മൊമെന്റ്സ് ആയി മാറി. ടോമിയുടെ ഏറ്റവും വലിയ പവർ ആയിരുന്നു ഡ്രാഗൺ സോർഡ്. ഡ്രാഗൺ സോർഡ് ഒരു സാധാരണ സോർഡ് ആയിരുന്നില്ല, അതിന് മാസീവ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ടോമി ഡ്രാഗൺ ഡാഗർ ഉപയോഗിച്ച് ഡ്രാഗൺ സോർഡിനെ കൺട്രോൾ ചെയ്തു. റേഞ്ചേഴ്സിന്റെ മെഗസോർഡിനെ പോലും നേരിടാൻ കഴിയുന്ന തരത്തിലായിരുന്നു അതിന്റെ പവർ. അതിനാലാണ് ഗ്രീൻ റേഞ്ചറിന്റെ അറൈവൽ പഴയ പവർ റേഞ്ചർ സ്റ്റോറിയുടെ ഡിറക്ഷൻ തന്നെ മാറ്റിയത്. പക്ഷേ ടോമിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം അവൻ എത്ര ശക്തനായിരുന്നുവോ അതേ ശക്തിയാണ് പിന്നീട് അവനെ തന്നെ അപകടത്തിലാക്കുന്നത്. ടോമി റീറ്റയുടെ കൺട്രോളിലായിരുന്നു. അവന്റെ മനസ്സിനെ ഉപയോഗിച്ചാണ് റീറ്റ റേഞ്ചേഴ്സിനെ ആക്രമിച്ചത്. പക്ഷേ റേഞ്ചേഴ്സ് ടോമിയെ ഒരു എനിമിയായി മാത്രം കണ്ടില്ല. അവരിൽ ചിലർ ടോമിയിൽ ഒരു നല്ല മനുഷ്യനെ കാണാൻ തുടങ്ങി. അവസാനം റേഞ്ചേഴ്സ് ടോമിയെ റീറ്റയുടെ കൺട്രോളിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ ശ്രമം വിജയിക്കുന്നു. ഇവിടെയാണ് ടോമി ഓലിവറിന്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ ആരംഭിക്കുന്നത്. വില്ലൻ ടു ഹീറോ. ടോമി തന്റെ പഴയ ആക്ഷൻസിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കുന്നു. അവൻ റേഞ്ചേഴ്സിനൊപ്പം ചേരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവന്റെ ഗ്രീൻ റേഞ്ചർ പവേഴ്സ് പതുക്കെ നഷ്ടപ്പെടുകയായിരുന്നു. ടോമി തന്റെ ഗ്രീൻ റേഞ്ചർ പവേഴ്സ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ റീറ്റയുടെ പവർ കാരണം അവന്റെ പവേഴ്സ് ദുർബലമാകുന്നു. ഇത് ടോമിയുടെ ജീവിതത്തിലെ ഇമോഷണൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവൻ തന്റെ റേഞ്ചർ ഐഡന്റിറ്റി നഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പക്ഷേ അവന്റെ ജേർണി ഇവിടെ അവസാനിച്ചില്ല. കാരണം സോർഡോൺ ടോമിക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു. അങ്ങനെ ടോമി പുതിയ ശക്തിയുമായി തിരിച്ചെത്തുന്നു. ടോമി ഓലിവർ ഇനി ഗ്രീൻ റേഞ്ചർ അല്ല, അവൻ മാറുന്നു വൈറ്റ് റേഞ്ചറായി. വൈറ്റ് റേഞ്ചറായി ടോമിക്ക് ലഭിച്ചത് വൈറ്റ് ടൈഗർ പവർ ആയിരുന്നു. അവന്റെ സോർഡ് ടൈഗർ സോർഡ്. ഇവിടെ ടോമി ഒരു പ്രധാന മാറ്റം കാണിക്കുന്നു. ഗ്രീൻ റേഞ്ചർ ആയിരുന്നപ്പോൾ അവനൊരു ഔട്ട്സൈഡർ ആയിരുന്നു. വൈറ്റ് റേഞ്ചർ ആയപ്പോൾ അവൻ ടീമിന്റെ ലീഡറായി മാറുന്നു. അത് വളരെ പ്രധാനപ്പെട്ട മൊമെന്റ് ആയിരുന്നു. കാരണം ടോമി ഇനി തന്നെ പവർ കൊണ്ട് മാത്രം ലീഡർ ആയിരുന്നില്ല, അവൻ നേടിയ എക്സ്പീരിയൻസ് കൊണ്ടാണ് ലീഡറായത്. ടോമിയുടെ ലീഡർഷിപ്പാണ് അവനെ മറ്റ് റേഞ്ചേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അവൻ പെർഫെക്റ്റ് ആയിരുന്നില്ല, അവൻ മിസ്റ്റേക്സ് ചെയ്തു. അവൻ വില്ലനായിരുന്ന കാലമുണ്ടായിരുന്നു. അവൻ തന്റെ പവേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഓരോ തവണയും അവൻ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ടോമി ഒരു സിമ്പിൾ സൂപ്പർ ഹീറോ ക്യാരക്ടർ അല്ലാത്തത്. അവന്റെ സ്റ്റോറി ഒരു റിഡംഷൻ സ്റ്റോറിയാണ്. ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് വീണ്ടും നല്ല വഴിയിലേക്ക് വരാൻ കഴിയുമെന്ന് ടോമി കാണിക്കുന്നു. മൈറ്റി മോർഫിൻ ഈര കഴിഞ്ഞപ്പോൾ റേഞ്ചേഴ്സ് പുതിയ പവേഴ്സ് നേടുന്നു. അങ്ങനെ ടോമി വീണ്ടും ഒരു പുതിയ ഐഡന്റിറ്റി സ്വീകരിക്കുന്നു, റെഡ് സിയോ റേഞ്ചർ. സിയോ പവേഴ്സ് ടോമിക്ക് പുതിയ എബിലിറ്റീസ് നൽകുന്നു. ഇപ്പോൾ അവൻ വീണ്ടും ടീം ലീഡറാണ്. പക്ഷേ ടോമിയുടെ ജേർണി ഇവിടെ പോലും അവസാനിക്കുന്നില്ല. അവൻ പിന്നീട് മറ്റൊരു റേഞ്ചർ ടീമിലും പ്രധാനപ്പെട്ട റോൾ സ്വീകരിക്കുന്നു. ടോമി പിന്നീട് പവർ റേഞ്ചേഴ്സ് ടർബോയിലും റെഡ് റേഞ്ചറായി തുടരുന്നു. ഇവിടെ ടോമിയുടെ ക്യാരക്ടർ കൂടുതൽ മെച്യൂർ ആകുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ടോമി റേഞ്ചർ ലൈഫിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്നു. അവന്റെ ജീവിതത്തിൽ മറ്റൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. പക്ഷേ ടോമിയുടെ സ്റ്റോറി ഒരിക്കലും സിമ്പിൾ ആയിരുന്നില്ല. അവൻ വീണ്ടും റേഞ്ചർ വേൾഡിലേക്ക് തിരിച്ചെത്തും. വർഷങ്ങൾ കഴിഞ്ഞു.
ടോമി ഇപ്പോൾ ഒരു ടീനേജർ അല്ല, അവനൊരു ടീച്ചറാണ്. അവൻ തന്റെ പഴയ റേഞ്ചർ ഐഡന്റിറ്റിയിൽ നിന്ന് വളരെ ദൂരെയായി പോയിരിക്കുന്നു. പക്ഷെ ഒരു പുതിയ ത്രെറ്റ് എത്തുന്നു. അങ്ങനെ ടോമി വീണ്ടും മോർഫ് ചെയ്യുന്നു. ഇത്തവണ ബ്ലാക്ക് ഡൈനോ റേഞ്ചർ. ഇതാണ് ടോമിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ മറ്റൊരു വലിയ ഘട്ടം. ഗ്രീൻ റേഞ്ചർ ആയിരുന്ന ടോമി, വൈറ്റ് റേഞ്ചർ, റെഡ് സിയോ റേഞ്ചർ, റെഡ് ടർബോ റേഞ്ചർ, ഇപ്പോൾ ബ്ലാക്ക് ഡൈനോ റേഞ്ചർ. പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം, ടോമി ഇപ്പോൾ ഒരു മെന്റർ കൂടിയാണ്. അവൻ പുതിയ റേഞ്ചേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു. അവൻ തന്റെ പഴയ എക്സ്പീരിയൻസസ് അവരുമായി ഷെയർ ചെയ്യുന്നു. ടോമിയുടെ പവർ സ്യൂട്ട് മാത്രം നോക്കിയാൽ നമ്മൾക്ക് ഒരുപാട് ഫോംസ് കാണാം. ഗ്രീൻ, വൈറ്റ്, സിയോ, ടർബോ, ഡൈനോ തണ്ടർ. പക്ഷേ ടോമിയുടെ ഏറ്റവും വലിയ പവർ എന്താണ്? എക്സ്പീരിയൻസ്. അവൻ വില്ലനായിരുന്നു, ഹീറോ ആയി, ലീഡറായി, മെന്റോറായി. പവേഴ്സ് നഷ്ടപ്പെട്ടു, പുതിയ പവേഴ്സ് നേടി, വീണ്ടും വീണ്ടും ബാറ്റിൽസ് നേരിട്ടു. അതുകൊണ്ടാണ് ടോമിക്ക് ഓരോ പുതിയ സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പവർ റേഞ്ചേഴ്സ് ഫാൻസിന്റെ ഏറ്റവും വലിയ ഡിസ്കഷൻസിൽ ഒന്നാണ് ടോമി വേഴ്സസ് ജെയ്സൺ. ആരാണ് സ്ട്രോങ്ങർ? ജെയ്സൺ ലീ സ്കോട്ട് ആദ്യത്തെ റെഡ് റേഞ്ചർ ആയിരുന്നു. ടോമി ഗ്രീൻ റേഞ്ചർ ആയിരുന്ന സമയത്ത് ഇവർ തമ്മിൽ ബാറ്റിൽസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇവർ എനിമീസ് അല്ല, ഫ്രണ്ട്സ് ആൻഡ് ടീംമേറ്റ്സ് ആയി മാറുന്നു. ഇതാണ് പവർ റേഞ്ചേഴ്സിന്റെ പ്രധാന മെസ്സേജുകളിൽ ഒന്ന്. കോമ്പറ്റീഷൻ ഉണ്ടാകാം, പക്ഷേ ടീം വർക്കാണ് കൂടുതൽ പവർഫുൾ. ടോമിയും ജെയ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിന് നല്ല എക്സാമ്പിൾ ആണ്. ടോമി ഓലിവറിനെ ഒരു റേഞ്ചറായി മാത്രം കാണാൻ കഴിയില്ല. അവൻ പവർ റേഞ്ചേഴ്സ് ഫ്രാഞ്ചൈസിന്റെ ഒരു സിംബലായി മാറി. ഗ്രീൻ റേഞ്ചർ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് ടോമിയാണ്. വൈറ്റ് റേഞ്ചർ എന്ന ഐഡന്റിറ്റിക്കും ടോമിയുമായി സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. പിന്നീട് വന്ന നിരവധി റേഞ്ചേഴ്സിനെ ടോമി ഇൻഫ്ലുവൻസ് ചെയ്തു. അവന്റെ ജേർണി ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതിൽ ഫെയിലിയർ ഉണ്ട്, റിഡംഷൻ ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്. അതിനാലാണ് ടോമിയുടെ സ്റ്റോറി ഇന്നും ഫാൻസ് ഓർക്കുന്നത്. ടോമിയെ ലെജൻഡറിയാക്കിയത് ഏറ്റവും പവർഫുൾ റേഞ്ചർ ആയതുകൊണ്ട് മാത്രമല്ല, അവൻ പലതവണ ക്യാരക്ടറായി ഇവോൾവ് ചെയ്തു. ഒരു വില്ലനിൽ നിന്ന് ഹീറോ ആയി മാറിയ ക്യാരക്ടർ, ഒരു ടീം മെമ്പറിൽ നിന്ന് ലീഡറായി മാറിയ ക്യാരക്ടർ, ഒരു റേഞ്ചറിൽ നിന്ന് മെന്ററായി മാറിയ ക്യാരക്ടർ. ഇതാണ് ടോമി ഓലിവറിന്റെ യഥാർത്ഥ ലെഗസി. അവന്റെ സ്റ്റോറി നമ്മോട് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യം. നമ്മുടെ പാസ്റ്റ് നമ്മളെ ഡിഫൈൻ ചെയ്യണമെന്നില്ല. നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളെ ഫോറെവർ വില്ലനാക്കണമെന്നില്ല. നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾക്ക് വീണ്ടും തുടങ്ങാം. അങ്ങനെ ഒരു ദിവസം റീറ്റ റിപ്പൾസായുടെ കൺട്രോളിലായിരുന്ന ഒരു യുവാവിൽ നിന്ന് പവർ റേഞ്ചേഴ്സിന്റെ ഏറ്റവും ഐക്കോണിക് ഹീറോസിൽ ഒരാളായി മാറിയ വ്യക്തിയാണ് ടോമി ഓലിവർ. ഗ്രീൻ റേഞ്ചർ, വൈറ്റ് റേഞ്ചർ, റെഡ് സിയോ റേഞ്ചർ, റെഡ് ടർബോ റേഞ്ചർ, ബ്ലാക്ക് ഡൈനോ റേഞ്ചർ. പല ഐഡന്റിറ്റീസ്, പല പവേഴ്സ്, പല ബാറ്റിൽസ്, പക്ഷേ ഒരേ വ്യക്തി, ടോമി ഓലിവർ. അവന്റെ ജേർണി ഒരു സൂപ്പർ ഹീറോ സ്റ്റോറി മാത്രമല്ല, അതൊരു റിഡംഷൻ സ്റ്റോറി കൂടിയാണ്. ഒരു വില്ലൻ പോലും മാറി ഒരു ഹീറോ ആകാമെന്ന് കാണിച്ച സ്റ്റോറി. അതുകൊണ്ട് തന്നെ പവർ റേഞ്ചേഴ്സ് ചരിത്രത്തിൽ അനേകം റേഞ്ചേഴ്സ് വന്നാലും ടോമി ഓലിവർ എന്ന പേര് എന്നും ഒരു സ്പെഷ്യൽ പ്ലേസിൽ തന്നെ ഉണ്ടാകും. ഇറ്റ്സ് മോർഫിൻ ടൈം.